ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു വർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരുതിയുടെ ഓൾട്ടോ എന്ന് പറഞ്ഞ ഓൾട്ടോൻ്റെ കാറ്റൻ, ഏറ്റവും പുതിയ കാറ്റൻ വണ്ടിയിൽ. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അതിൽ സീറ്റ് കവറാണ് ചെയ്യുന്നത് മെയിനായിട്ട്. അതേപോലെ തന്നെ ഒരു ട്രാമാറ്റ് നമ്മളതിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്നലെ നമുക്ക് അതിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വണ്ടി വരുന്നത്. അപ്പോൾ മാരുതിയുടെ ഓൾട്ടോ കാറ്റൻ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അപ്പോൾ ഓൾറെഡി ഇതിൽ വണ്ടിയിൽ ബാക്കിയെല്ലാം ഒരുവിധം സ്റ്റീരിയോ അതുപോലെ തന്നെ ഫ്രണ്ട് പവർ വിൻഡോ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. നമ്മളിതിൽ ചെയ്യുന്നത് സീറ്റ് കവറാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ അടിയിലേക്ക് ഒരു ട്രാമാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സീറ്റിൻ്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സീറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. സീറ്റ് ഇതേ അവിടെ അഴിച്ചു വെച്ചിരിക്കുന്നു. ആ ബാക്കിലെ സീറ്റിൻ്റെ ഭാഗങ്ങളാണ് ഇരിക്കുന്നത്. അതേപോലെ ഫ്രണ്ട് സീറ്റിൻ്റെ സീറ്റ് ഭാഗം നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് ബ്ലാക്കും അതേപോലെ തന്നെ ഒരു ബീജ് കളറാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ ഇതിലേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ബീജ് കളർ എപ്പോഴും വണ്ടിയുടെ ഉള്ളിലേക്ക് ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഒരു കളറാണ്. അപ്പോൾ ഇതൊരു ഫ്രണ്ടിലെ ഡ്രൈവർ സൈഡിലെ സീറ്റിൻ്റെ അടിഭാഗമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലെ സീറ്റിൻ്റെ വർക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമുക്കറിയാം. നമ്മുടെ ഈ ഓൾട്ടോ കാറ്റർ എന്ന് പറഞ്ഞ വണ്ടിയുടെ ഒരു സീറ്റിൻ്റെ വർക്ക്, ഫ്രണ്ടിലൊരു സീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞു. അതുപോലെ ബാക്ക് സീറ്റിൻ്റെ ചാരുഭാഗത്തിൻ്റെ വർക്കും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയിൽ നമ്മൾ സീറ്റ് കയറ്റിയതിന് ശേഷമുള്ള അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. നമ്മളിപ്പോൾ അത് ഫ്രണ്ടിലൊരു സീറ്റ് നമ്മളിത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ഫുള്ള് സീറ്റ് നമ്മളിത് കയറ്റാൻ പോവാണ്. അപ്പം നമ്മുടെ സീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ നമ്മൾ സീറ്റിൻ്റെ വർക്ക് നമ്മുടെ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് ഫോം കിട്ടാൻ അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് കവറാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്കും ബീജും കൂടിയിട്ടുള്ളൊരു കളറിലാണ് നമ്മൾ സീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുള്ള് ബ്ലാക്കാണ്. ഡോർ പാഡൊക്കെ ഉണ്ട്, ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഡാഷ്ബോർഡ് ഫുള്ള് ബ്ലാക്ക്. അതുപോലെ നമ്മുടെ കൺസോൾ ബോക്സ് വരുന്ന ഭാഗമൊക്കെയും അതിൻ്റെ ഗിയറിൻ്റെ ബൂട്ട് വരുന്ന ഭാഗം ഒക്കെയും ഫുൾ ബ്ലാക്ക്. ഹാൻഡ് ബ്രേക്കിൻ്റെ ഭാഗം ഫുൾ ബ്ലാക്കാണ്. പക്ഷേ ഒരു ബീജ് കളറിലും വന്നപ്പോൾ അതൊരു ലുക്കായി, ഒരു വണ്ടിയുടെ ഉള്ളിലേക്ക് തന്നെ ഒരു വെളിച്ചമായി. ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനിലുള്ളൊരു കളറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ബീജും അതേപോലെ തന്നെ ബ്ലാക്കും. അത് 1 ഇഞ്ച് ഫോം ഇട്ട് നല്ല ടൈറ്റ് ഫിറ്റിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിലേക്കുള്ളൊരു 3D മാറ്റ്, ഒരു ട്രാം മാറ്റും കൂടി നമുക്കിതിൽ ചെയ്യാനുണ്ട്. അവർക്ക് കൂടി മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് നമുക്ക് സീറ്റിൻ്റെ കവറാണ്, സീറ്റ് വർക്ക് മാത്രമാണ് നമുക്കിതിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ വർക്ക് നമ്മുടെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മാറ്റ് വരുന്നത്. ഞാൻ പറഞ്ഞൊരു 3D മാറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അത് ഗാലിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മാറ്റാണ്. യാതൊരു വക സ്മെല്ലോ കാര്യങ്ങളോ നമുക്ക് ഇതിൽ വരുന്നില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 5 പീസ് വരുന്നുണ്ട്. 2 വലിയ പീസ് ബാക്കിലേക്കും അതിൻ്റെ സെൻറ്ററിലേക്ക് ചെറിയൊരു പീസും. പിന്നെ 2 വലിയ പീസ് ഫ്രണ്ടിലേക്കാണ് വരുന്നത്. ബാക്കിലേക്ക് 3 പീസ് വരും. അത് 2 ചെറിയ പീസും ഒരു നീളത്തിൽ അതിലും ചെറിയൊരു പീസും. കണ്ട ആ ചെറിയ പീസാണ് ബാക്കിൽ സെൻറ്ററിലേക്ക് വരുന്നത്. പിന്നെ ഏറ്റവും മുകളിൽ ഞാൻ കാണിച്ച 2 പീസാണ് ഏറ്റവും ബാക്കിലേക്ക് വരുന്നത്. അങ്ങനെ 3 സീറ്റാണ് ബാക്കിലേക്ക്, 3 മാറ്റാണ് ബാക്കിലേക്ക് വരുന്നത്. ഈ മാറ്റ് വലിയ മാറ്റാണ്. ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റ് കണ്ട, ആ മാറ്റ് നമുക്ക് ഫ്രണ്ടിലേക്ക് വരും. അങ്ങനെ നീളത്തിൽ അങ്ങനെ നിൽക്കും. കണ്ട ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ട്രാ പോലെ കൊടുക്കുന്ന കറക്റ്റ് ഫിറ്റാണ്. യൂണിവേഴ്സൽ മാറ്റാണ്. പക്ഷെ എന്നാലും മാരുതിയുടെ വണ്ടികൾക്കൊക്കെ ഇത് വളരെ കറക്റ്റ് ഫിറ്റായിട്ടുള്ളൊരു മാറ്റാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ബാക്കിലേക്ക് 3 പീസ് വരും. സെൻട്രലിലേക്ക് ഒരു പീസ്, അതേപോലെ സെൻട്രലിലേക്ക് ഒരു പീസ്, 2 സൈഡിലേക്ക് 2 ചെറിയ പീസുകൾ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് ശരിക്കും ഈ വണ്ടിയിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റായിട്ട് കിടക്കും. വേറെ മണ്ണും പൊടിയൊന്നും കാര്യമായിട്ട് പുറത്തേക്ക് പോവില്ല. ഇനിയിപ്പോൾ നമ്മൾ നനഞ്ഞ കാല് വെച്ച് കയറിയാലും വെള്ളം അതിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇതാണ് കണ്ടത് സെൻട്രലിലേക്ക് ഇട്ടത്. സെൻട്രൽ ഈ ഭാഗത്ത് ഇത് കട്ട് ചെയ്തിട്ടു. അത് നമ്മൾ അടിയിലേക്ക് ആക്കി ഇടാം. ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞത് ഇതാണ്. ഈ ഭാഗത്ത് ഇതേ കൺസോൾ ബോക്സിൻ്റെ അവിടെ വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടു. ഇത് അടിയിലേക്ക് ആക്കി. കാരണം കറക്റ്റ് നല്ല ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് അതിനെ കിടക്കും ചെയ്യും. ഈ പറ്റത്ത് പീസ് ഇട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ഫില്ലായി. അതേപോലെ തന്നെ വേറെ നമ്മൾ ഇതിൽ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കണ്ട ആ മാറ്റ് ഇതിലേക്ക് കറക്റ്റായിട്ട് അതിലിട്ടു. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തള്ളി പോവില്ല.
എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റായിട്ട് കിടക്കുന്നത് കൊണ്ട് ആ ബാക്കിലേക്ക് തന്നെ പോവില്ല. അത് മാത്രമല്ല വിനയൽ മാറ്റ് നമ്മളിതിൽ ചെയ്തിട്ടില്ല. വിനയൽ മാറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണെങ്കിൽ അത് ചവിട്ടി കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് നീങ്ങിപ്പോവും. ഇതിപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും വരുന്നില്ല. ഇതേ ഫ്രണ്ടിലത്തെ പീസും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. ഇതേ ഫ്രണ്ടിലത്തെ പീസ് നമ്മളിട്ടു. അപ്പോൾ ഇത്രയും വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ 2 വർക്ക് നമുക്ക് ഇതിലുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റ് കവർ, അതേപോലെ തന്നെ ഒരു 3D മാറ്റ്. അപ്പോൾ ഇത്രയും വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളതിൽ നമുക്ക് വേറെ വർക്കുകളില്ല. വേറെ നമ്മൾ ഇതിൻ്റെ ഓൾട്ടോൻ്റെ വർക്കുകൾ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ഓക്കെ, ഇതേപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ.